ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ്. 2026 ഏപ്രിലിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇലക്ട്രിക് സ്കൂട്ടറുകൾ നോക്കുമ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്. ഇനി അങ്ങോട്ട് മാർക്കറ്റ് ഒരു ട്രെൻഡ് മാത്രമല്ല, ആളുകൾ സീരിയസ് ആയിട്ട് ഡെയിലി യൂസിന് വാങ്ങുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 2026 ഏപ്രിൽ മാസത്തെ ടോപ്പ് 7 ബെസ്റ്റ് സെല്ലിംഗ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ്. അതിൽ ഓരോ സ്കൂട്ടറിൻ്റെയും റേഞ്ച് എത്രയാണ്, എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും വാങ്ങുന്നത്, ആർക്കാണ് ഏതാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ നിന്ന് നമുക്ക് പുറകെ നിന്ന് തുടങ്ങാം. അതായത് നമ്പർ 7 വരുന്നത് റിവർ ഇന്ത്യയാണ്. ഈ വണ്ടി കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്കൂട്ടറാണ്. പക്ഷേ പ്രാക്ടിക്കൽ യൂസേജ് വെച്ച് നോക്കുമ്പോൾ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. കാരണം എസ്പെഷ്യലി ഡെലിവറി റൈഡേഴ്സിനും അതുപോലെ തന്നെ ഹെവി ഡെയിലി യൂസേജ് ഉള്ളവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു വണ്ടിയാണ്. ഇതിൻ്റെ റേഞ്ച് ഏകദേശം ക്ലെയിം ചെയ്ത് 160 കിലോമീറ്ററിന് മുകളിലാണ്. പക്ഷേ റിയൽ വേൾഡ് വരുമ്പോൾ എന്തൊക്കെ വന്നാലും 110, 120 കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. 43 ലിറ്ററാണ് ഇതിൻ്റെ സ്റ്റോറേജ് ഉള്ളത്. അതുപോലെ തന്നെ 12 ലിറ്റർ ഗ്ലൗ ബോക്സും ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ഈ ഒരു സ്കൂട്ടർ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സസ്പെൻഷനാണ്, വലിയ ടയേഴ്സാണ്, റോഡ് പ്രസൻസ് ആണെങ്കിൽ ഒരു രക്ഷയില്ല, അതിഭീകരമാണ്. ഇതിൻ്റെ ഹൈലൈറ്റ്സ് കൊണ്ട് തന്നെ പ്രാക്ടിക്കൽ യൂസേഴ്സ് പതുക്കെ പതുക്കെ ഈ വണ്ടി ചൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെയിലിൽ നേരിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്പർ 6 ആംബിയർ നെക്സസ്. ഈ ഒരു ബ്രാൻഡ് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഇവി ആയിരുന്നു. പക്ഷേ നെക്സസ് വന്നതിന് ശേഷം ആളുകളുടെയൊക്കെ ഒരു പെർസെപ്ഷൻ മാറി. ഈ സ്കൂട്ടറിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 130 മുകളിലാണ്. ഇതൊരു ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ നല്ല സീറ്റ് കംഫോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സിമ്പിൾ റൈഡിംഗ് എക്സ്പീരിയൻസ് ആണ് വണ്ടി തരുന്നത്. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല, അത് കുറവാണ്. അത് മറ്റേതിലൊക്കെ ഫീച്ചർ റിച്ച് ആയിട്ട് കുറേ ഗിമ്മിക്സ് ഒക്കെ തരുമെങ്കിൽ ഇതിനകത്ത് കുറച്ച് കുറവാണ്. പക്ഷേ അത് നല്ലതുമാണ്. പിന്നെ ഇത് അത്യാവശ്യം സിറ്റി റൈഡ്സിനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പ്രൈസ് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആണ് മറ്റ് സ്കൂട്ടറുകൾ വെച്ച് നോക്കുമ്പോൾ. പിന്നെ അതുമാണ് ഇതിൻ്റെ സെയിൽ കൂടാനുള്ള മെയിൻ റീസൺ. ഇനി അടുത്തതായിട്ട് നോക്കുന്നത് നമ്പർ 5 ഓല S1 സീരീസ് ആണ്. ഈ വണ്ടി ഇറങ്ങിയ കാലം മുതലേ, അതായത് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു. പക്ഷേ സെയിൽസ് ഇപ്പോൾ വളരെ ഡൗൺ ആയി. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ സർവീസിൻ്റെ പ്രശ്നം തന്നെയാണ്. വണ്ടീനെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ പറയുക, ഒരു ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ വാല്യൂ പാക്ഡ് ആയിട്ടുള്ള സ്കൂട്ടർ തന്നെയാണ്. ഏകദേശം ഒരു 176 കിലോമീറ്റർ ഇതിൻ്റെ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. അത്രയും കിട്ടില്ല നമുക്കറിയാം. ഒരു 120 പ്ലസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് വലിയ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ സ്മാർട്ട് ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. നല്ല ആക്സിലറേഷൻ ആണ്. അതുപോലെ തന്നെ സ്പീക്കർ സെറ്റപ്പ് ഒക്കെ ഭയങ്കരമാണ്. പിന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫീച്ചേഴ്സിൻ്റെയൊക്കെ കൂടെ ഓലയുടെ ആ ഒരു ലുക്കും കൂടി വരുമ്പോൾ യങ്സ്റ്റേഴ്സ് കൂടുതൽ ഈ വണ്ടിനോട് അട്രാക്റ്റഡ് ആവും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സർവീസ് എക്സ്പീരിയൻസ് ആണ്. അത് വളരെ മിക്സഡ് റിവ്യൂസ് ആണ്. അതുകൊണ്ടാണ് മിക്കവരും ഈ വണ്ടിയിൽ നിന്ന് വേറെ ബ്രാൻഡിലേക്ക് പോകാനുള്ള കാരണം. പിന്നെ എൻ്റെ ഒരു റൈഡിംഗ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ പില്ലിയൻ റൈഡറിന് ഒരു കംഫോർട്ട് വളരെ കുറവാണ്. എനിക്കത്ര ഒരു ഫീൽ ചെയ്തില്ല. ആ ഒരു സീറ്റിങ്ങും അതുപോലെ തന്നെ ആ ഒരു ഫൂട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്കത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല മറ്റു വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്പർ 4 ഹീറോ വിഡ V1. അറിയാലോ, ഇന്ത്യയുടെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അതുപോലെ തന്നെ പതുക്കെ ഹീറോ ഈ ഒരു മാർക്കറ്റ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. റേഞ്ച് ഏകദേശം 143 കിലോമീറ്റർ മുതൽ 165 കിലോമീറ്റർ വരെ കമ്പനി വേരിയൻ്റ് അനുസരിച്ച് ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാറ്ററി റിമൂവബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപ്പാർട്ട്മെൻറ്റ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ റൈഡ് ക്വാളിറ്റി കംഫർട്ടബിൾ ആണ്. പിന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സ്കൂട്ടറാണ്. ഡെയിലി യൂസിന്, ഓഫീസ് യൂസിനൊക്കെ നമുക്ക് ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ്. പിന്നെ ഹീറോയുടെ സർവീസ് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ, ഇന്ത്യ മുഴുവനുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഈ വണ്ടി എടുക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്പർ 3 ഏത്തറിൻ്റെ റിസ്റ്റ ആൻഡ് 450 സീരീസ്. ഈ റിസ്റ്റ മോഡൽ വന്നതിന് ശേഷം 450 സീരീസ് വേണമെങ്കിൽ കുറച്ച് ഡൗൺ ആയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏത്തറാണ് ആ ഒരു ടെക്നോളജി വൈസ് അന്നും ഇന്നും ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വണ്ടി. ഏത്തർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന പെർഫോമൻസും ടെക്നോളജിയും തന്നെയാണ്. ഏത്തർ 450X ക്ലെയിം ചെയ്യുന്ന റേഞ്ച് ഏകദേശം 161 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ റിസ്റ്റ വരുന്നത് 159 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആ ലുക്കിലുള്ള വ്യത്യാസമാണ് മെയിനായിട്ട് ഫാമിലി ഓഡിയൻസിനെ ഏത്തറിലേക്ക് അട്രാക്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഈ 450 സീരീസ് കുറച്ചും കൂടി സ്പോർട്ടി റൈഡേഴ്സിന് കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ ആക്സിലറേഷൻ സൂപ്പറാണ്, ഒരു രക്ഷയില്ല. ഹാൻഡ്ലിംഗ് വളരെ ഷാർപ്പാണ്. ഞാൻ പേഴ്സണലി പലതവണ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് ഏതർ. ഈ ഏതറിൻ്റെ റിസ്റ്റ എന്ന് പറഞ്ഞ മോഡൽ വന്നതിന് ശേഷമാണ് ഫാമിലി ഓഡിയൻസ് ഈ ഒരു ബ്രാൻഡിലേക്ക് അട്രാക്റ്റഡ് ആയി തുടങ്ങിയത്. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് എല്ലാം വളരെ കംഫർട്ടബിൾ ആണ്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടറാണ്, അതായത് ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കി തുടങ്ങിയത് ഏതറാണ്. പിന്നെ ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും ടോപ്പ് നോച്ച് തന്നെയാണ്. അത് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ എന്താ പറയുക, ഒരു പ്രീമിയം എക്സ്പീരിയൻസ് വരുന്നത്.
ഈ കാറ്റഗറി കംപ്ലീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഇനി നമ്മൾ അടുത്ത് നോക്കുവാണെങ്കിൽ നമ്പർ 2 ബജാജ് ചേതക്. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിലിറ്റിയിൽ ആളുകൾ കണ്ണടച്ച് വിശ്വസിച്ച് വരുന്നൊരു സ്കൂട്ടറാണിത്. റെട്രോ ഡിസൈൻ കൊണ്ട് മെറ്റൽ ബോഡി കൊണ്ട് ചേതകിന് പ്രീമിയം ക്ലാസി ഫീൽ തന്നെ കൊടുക്കുന്നുണ്ട്. തുടക്കം മുതൽ ഈ ഒരു വണ്ടിയുടെ റേഞ്ച് ആയിരുന്നു പ്രശ്നം. പക്ഷേ ലേറ്റസ്റ്റ് വേർഷനിൽ 153 കിലോമീറ്റർ കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ റൈഡ് ക്വാളിറ്റി എക്സ്ട്രീംലി സ്മൂത്ത് ആണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റിയും ടോപ്പ് ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ മെറ്റൽ ബോഡി എന്തോ മോണോകോക്ക് ടൈപ്പ് ബോഡിയാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. പിന്നെ ഫാമിലി യൂസേഴ്സ് എസ്പെഷ്യലി മിഡ് ഏജ്ഡ് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ചേതക്കിൻ്റെ ഒരു ലെഗസി നിങ്ങൾക്കറിയാലോ. പിന്നെ സിമ്പിളാണ്. ഡെയിലി യൂസേഴ്സിനൊക്കെ നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു സർവീസ് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലോങ് ടേം യൂസിനാണെങ്കിലും ആൾക്കാർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഈ വണ്ടി ചൂസ് ചെയ്യാം. അറ്റ് ലാസ്റ്റ് 2026 ബെസ്റ്റ് സെല്ലിംഗ് ഇലക്ട്രിക് സ്കൂട്ടർ TVS iQube ആണ്. റേഞ്ച് വേരിയൻ്റ് ഏകദേശം 94 മുതൽ 150 വരെ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു സ്കൂട്ടർ വിജയിച്ചതിൻ്റെ ബിഗ്ഗസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ നല്ല ഡീസൻറ്റ് ലുക്കാണ്. റൈഡ് ക്വാളിറ്റി വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ സർവീസ് നെറ്റ്വർക്ക് ഹ്യൂജ് ആണ്. പിന്നെ റീസണബിൾ പ്രൈസാണ്. ഈ വണ്ടിയും ഞാൻ പലതവണ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പിന്നെന്താ ഒരു ഫസ്റ്റ് ടൈം EV ബയേഴ്സിന് കൂടുതലും iQബിലേക്കാണ് പോകുന്നത്. മേ ബി ബ്രാൻഡിനോടുള്ള വിശ്വാസമായിരിക്കാം. പിന്നെ യൂസ് ചെയ്തിട്ടുള്ളൊരു മറ്റ് വണ്ടികൾ, അതായത് മറ്റ് EVകൾ ഇറങ്ങിയ സമയത്ത് വ്യത്യസ്തമായിട്ട് നിന്നപ്പോൾ TVS iQube ആണ് ഒരു സ്കൂട്ടർ, പഴയ ഒരു സ്കൂട്ടർ ലുക്കിലുള്ളൊരു വണ്ടി കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിലെ ഫാമിലി ഓഡിയൻസ് ഈ സ്കൂട്ടറിലേക്ക് വന്നു തുടങ്ങിയിരുന്നു. അത് തന്നെയായിരിക്കാം ഇതിൻ്റെ ഇപ്പോഴും ആ ഒരു ബെസ്റ്റ് സെല്ലിംഗ് സ്കൂട്ടറായിട്ട് നിലനിർത്തുന്നത്, EV ആയിട്ട് നിലനിർത്തുന്നത്. പിന്നെ ഓഫീസ് യൂസിന്, അതുപോലെ തന്നെ ഫാമിലി പർപ്പസ്, ഡെയിലി സിറ്റി റൈഡ്സിനൊക്കെ നല്ലപോലെ ഒരു പെർഫെക്റ്റ് ഓൾ റൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ TVSൻ്റെ റിലയബിലിറ്റി ഒരു ഫാക്ടർ തന്നെയാണ്. സർവീസ് മാത്രമാണ് പൊതുവേ ഒരു നെഗറ്റീവ് അഭിപ്രായം ഉള്ളത്. പക്ഷേ അവർ നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെയാണ് അപ്പോൾ നിലവിലുള്ള ഈ ഒരു ലിസ്റ്റ് വെച്ചിട്ടുള്ള വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾ മൊത്തത്തിൽ പറയുവാണെങ്കിൽ മുൻപ് ആളുകൾ EV വാങ്ങുമ്പോൾ ഫീച്ചേഴ്സ് മാത്രമാണ് നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സർവീസ് നെറ്റ്വർക്ക് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലയബിലിറ്റി, ബാറ്ററി ട്രസ്റ്റ്, റിയൽ വേൾഡ് റേഞ്ച്, അതാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ നോക്കി തുടങ്ങിയത്. ഇതൊക്കെയാണ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ബജാജ്, TVS, ഏതർ പോലുള്ള ബ്രാൻഡുകൾ ഇപ്പോഴും കൂടുതൽ സ്ട്രോങ് ആയി പോകുന്നത്. കാരണം ഇവരൊക്കെ ആ 2021, 22 കാലഘട്ടം തൊട്ടേ ഇന്ത്യയിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് അവർ പിടുത്തം തുടങ്ങിയിരുന്നു. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു റൈഡ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വണ്ടി, അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നൊരു വണ്ടി, ഇതിൽ ഫസ്റ്റ് TVS iQube ആയിരിക്കും. സെക്കൻഡ് വരുന്നത് ഏതറിലെ റിസ്റ്റ എന്ന് പറഞ്ഞ മോഡൽ ഞാൻ ഇതിൽ ഓടിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷമുള്ളൂ ബാക്കി ബ്രാൻഡുകളൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാം ഒന്നിനൊന്ന് ഡെവലപ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട് ട്ടോ. പണ്ട് ഞാൻ ഓടിക്കുന്ന സമയത്ത് TVS iQubeഉം ഏതറും ആയിരുന്നു. പിന്നെ ചേതക്കും കൊള്ളായിരുന്നു. ഇതൊക്കെയായിരുന്നു ബെസ്റ്റായിട്ട് നിന്നുകൊണ്ടിരുന്നത്. ബാക്കിയെല്ലാം എപ്പോഴും ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഏതറായിരുന്നു അന്ന് ടോപ്പ് നോച്ച്. പക്ഷേ ഞാൻ ഫാമിലി പർപ്പസ് കൂടുതൽ നോക്കുന്നതുകൊണ്ട് ഞാൻ TVS iQube ഫസ്റ്റ് ചൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഏതർ, പിന്നെ അത് കഴിഞ്ഞ് ചേതക്ക്, അങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാം. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോയ്ക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.